ഹായ് ഗായ്സ്, വിസ്ഡം ടീത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ വിസ്ഡം ടീത്ത് റിമൂവൽ എന്ന് പറഞ്ഞാൽ ഒരു ഘടകടാന്തര പ്രോബ്ലം ഒന്നും അല്ല. മോസ്റ്റ്ലിയും ഒരു 25 ഇയേഴ്സൊക്കെ ഉള്ളവർ ക്ലിനിക്കിൽ വരുന്നത് വിസ്ഡം ടീത്തിൻ്റെ പ്രശ്നങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അതായത് വിസ്ഡം ടീത്തിൻ്റെ പുറത്തൂടെ ഒരു ചത ഇങ്ങനെ വളർന്ന് നിൽക്കും. അപ്പോൾ അവർക്ക് വാ അടയ്ക്കുന്ന സമയത്ത് അതിൽ കൊണ്ട് വേദന, അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. ആക്ച്വലി ഇതിന് ഒപ്പർക്കുലം എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ വിസ്ഡം ടീത്ത് ഫങ്ഷനിലാണെങ്കിൽ, അതായത് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒപ്പർക്കുലം റിമൂവ് ചെയ്യും, ഒപ്പർക്കുലക്ടമി എന്ന് പറയും. പക്ഷേ ഒപ്പർക്കുലം റിമൂവ് ചെയ്താൽ ഫങ്ഷണൽ ആസ്പെക്റ്റ് ഇല്ലാത്ത ടൂത്തിനെ റിമൂവലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കേസസിൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിസിംപാക്ഷൻ എന്ന് പറയും. ആ ഒരു കേസ് നമ്മൾ സർജിക്കലി ആണ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോൺ ട്രിം ചെയ്ത് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ്, അതായത് നീര് പല്ലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് 3 to 5 days വരെ നീരുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വെല്ലിംഗ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ച് വേണം ആ ഒരു വിസ്ഡം ടീത്ത് റിമൂവലിൻ്റെ കാര്യത്തിനായിട്ട് പോകാൻ. അത് ഫസ്റ്റ് തിങ്. ചില ആൾക്കാർക്ക് പിറ്റേന്ന് വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ട്രിസ്മസ് എന്ന് പറയുന്നത്, അതായത് ലോക്ക് ജോ, ഒരുപാട് മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവർ നന്നായിട്ട് വാ വലിച്ചു തുറന്ന് മൗത്ത് ഓപ്പൺ എക്സസൈസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം വിസ്ഡം ടീത്തിൻ്റെ റിമൂവലായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. നോർമൽ ടീത്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. വിസ്ഡം ടീത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി എടുക്കുന്ന ഡിഫിക്കൽട്ട് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര സർജിക്കലായിട്ടുള്ള എക്സ്ട്രാക്ഷൻ കേസസിലാണ് നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പല്ലെടുക്കാതെ ഇരിക്കരുത്. ആ വിസ്ഡം ടീത്ത് റിമൂവലിൻ്റെ കേസസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ചില വിസ്ഡം ടീത്ത് നമ്മൾ 7ാമത്തെ 6ാമത്തെ പല്ല് പോലെ തന്നെ ഇരിക്കും. അത് ഫങ്ഷണൽ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഡീക്കെ ആയിട്ടുള്ളത്, റൂട്ട് കനാലിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. വിസ്ഡം ടീത്തിൻ്റെ റൂട്ട് കനാൽസ് കുറച്ച് കോംപ്ലിക്കേറ്റഡും ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ചില കേസസിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് റിമൂവലായിട്ട് തന്നെ ചെയ്യുന്നത്. ഒരുപാട് ഡീക്കെ വന്ന് ഫങ്ഷനിങ്ങിൽ ഇരിക്കുന്ന ടൂത്ത് ആയാലും, കവിളിലോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ നാക്കിലോട് ചേർന്നിരിക്കുന്ന വിസ്ഡം ടീത്തുകളാണെന്നുണ്ടെങ്കിൽ, കവിളിലോട് ചേർന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റാണ് വേണ്ടത്. കാരണം മുകളിലത്തെ പല്ലുമായിട്ട് ഉറഞ്ഞാൽ എന്ത് സംഭവിക്കും, കവിളിൽ വെള്ള പാച്ചസ് വരണം. അപ്പോൾ ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ പല്ല് റിമൂവൽ ചെയ്യുന്നത്. അതല്ലാതെ നാക്കിലേക്ക് ഇരിക്കുന്ന, നാക്കിൽ കൊള്ളുന്നതായിട്ടുള്ള ടൂത്താണ്, അതിൻ്റെ സൈഡ്സ് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. സെലക്റ്റീവ് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ഇനാമലോപ്ലാസ്റ്റി അല്ലെങ്കിൽ കൊറോണോപ്ലാസ്റ്റി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം വിസ്ഡം ടീത്തോട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനോട് പോയി സംസാരിക്കേണ്ടതാണ് കേട്ടോ. അപ്പം വിസ്ഡം ടീത്ത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ടോപ്പിക് ഇതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാ